നമസ്കാരം, അമൃത. ഈ ഒരു സിനിമയെക്കുറിച്ച് നമ്മുടെ മ്യൂസിക് കമ്പോസറായിട്ടുള്ള സുഷീൻ ശ്യാം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഇതൊരു ഗംഭീര മേക്കിംഗ് ആണ്. അപ്പോൾ ഒരു കമ്പോസറും മ്യൂസിക് കമ്പോസറും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആളും ഒക്കെ ഇത്രയും ഒരു കോൺഫിഡൻസിൽ പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ഇതൊരു സർവൈവൽ സ്റ്റോറിയും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സിനിമ ഫസ്റ്റ് ഡേയിൽ തന്നെ കണ്ടത്. എന്തായാലും മെയിൻ സ്ട്രീമിലുള്ള ഒരുപാട് താരങ്ങളൊന്നും അണിനിരക്കാത്ത ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ക്യാമ്പയിൻ ഈ ഒരു സിനിമയ്ക്ക് ആവശ്യമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. സിനിമ നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള സർവൈവൽ സ്റ്റോറീസ്, കൊച്ചൊരു വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരുപാട് അങ്ങനെ ഇട്ട് കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ബോറടിയാവും. ഈവൻ നമ്മുടെ മലയൻ കുഞ്ഞെന്ന് പറയുന്ന സിനിമയ്ക്കകത്തും സംഭവിച്ചതാണ്. സിനിമ നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു സർവൈവൽ പാർട്ടിൽ മാത്രം നിന്നുകൊണ്ട് സിനിമ ഏതാണ്ട് ഒരു സെക്കൻഡ് ഹാഫിൻ്റെ അങ്ങോട്ടൊക്കെ ത്രൂ ഔട്ട് ആ ഒരു പോർഷനിലാണ് ഈ സിനിമ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊത്തിരി ബോറടി തോന്നും. മേ ബി ആ ഒരു സിനിമയിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ചില ചാപ്റ്റേഴ്സ് ഈ ഒരു സിനിമയ്ക്കകത്ത് അവർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു സർവൈവൽ സ്റ്റോറി ആണെങ്കിൽ കൂടി തന്നെ അത് സെക്കൻഡ് ഹാഫ് വന്ന് നിൽക്കുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുകയും ചെയ്യും. സെയിം ടൈം അവരുടെ ഒരു പഴയ ഹിസ്റ്ററിയൊക്കെ ആ ഒരു സ്റ്റോറിയിൽ പറഞ്ഞു പോകാനും ഒക്കെ നന്നായിട്ട് മൂവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ സംവിധായകൻ 100% വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ ഒരു പഴയ കാലഘട്ടം നമുക്ക് ഈ ഒരു സിനിമയിൽ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പാസ്റ്റ് മെമ്മറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മൂവീസ് കാണുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ഫീലാണ്. നമ്മളും ആ പഴയ കാലഘട്ടത്തിലേക്ക് കുറച്ചൊന്ന് ബാക്കിലോട്ട് പോകും. പിന്നെ സിനിമയുടെ ഒരു ചെറിയ നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തത് സിനിമ തുടങ്ങുമ്പോൾ തന്നെ, അതായത് ആ രണ്ട് സൈഡും ക്രോപ്പായി പോകുമ്പോഴത്തേക്ക് ആ സിനിമാസ്കോപ്പിക് ഫീൽ ഇല്ല എന്നുള്ളത് കാണുമ്പോഴത്തേക്ക് ഒരു ചെറിയ നിരാശ എനിക്ക് തോന്നിയിരുന്നു. എന്തായാലും വിഷ്വലി നമ്മൾ ഒരു ഗുണ കേവ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീല്, അപകടം നടക്കുന്ന സ്ഥലമായിരുന്നാലും അതിൻ്റെ ആ ഒരു സർവൈവൽ പോർഷൻസൊക്കെ ആയിരുന്നാലും അവരെ രക്ഷപ്പെടുത്തുന്ന രംഗങ്ങളായിരുന്നാലും അതിലെനിക്ക് തോന്നുന്നു വീഴുന്ന ഭാഗത്തെങ്ങാണ്ട് കുറച്ചൊരു ഓവർ ഗ്രാഫിക്സും ഉണ്ട്. പക്ഷേ എങ്കിലും അതങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളത് ഒരു ഇരുട്ടിൽ അങ്ങനെ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് നാച്ചുറലി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര ഓഫായി പോകും. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രം ഒരു കംപ്ലീറ്റ് VFX കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നല്ല നാച്ചുറലായിട്ട് ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഷോട്ടുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സർവൈവലിൻ്റെ ഒരു ഭീകരത എന്താണെന്നുള്ളത് നമുക്ക് ഈ സിനിമ കാണുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ സൗണ്ടൊക്കെ കൊള്ളാം എന്നുള്ളതേ ഉള്ളൂ, ഭയങ്കര ഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഇതിനകത്ത് ഒത്തിരി സൗണ്ടിന് ഒരുപാട് സ്കോപ്പുള്ളൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു ഡോൾബിയിലൊന്നും അല്ലെന്ന് തോന്നുന്നു സിനിമ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു എവിടെയൊക്കെ ഒരു കുറവ് തോന്നി. കാരണം നമുക്ക് സിനിമയിൽ പ്രത്യേകിച്ച് സുഷീൻ ശ്യാമിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അതൊക്കെ നന്നായിട്ട് സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സർവൈവൽ പാർട്ട് വരുന്ന സമയത്തുള്ള മ്യൂസിക്കുണ്ട്, അവിടെയൊക്കെയാണ് സാധാരണ കുളമാക്കി വയ്ക്കുന്നത്, ഓവറാക്കും. അപ്പോൾ AR റഹ്മാൻ നമ്മൾ മലയൻ കുഞ്ഞിൽ കണ്ടതാണ്, വളരെ സിമ്പിളായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമ്മുടെ മനസ്സും ആ രംഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു മ്യൂസിക് അവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവിടെ കൊണ്ട് ഭയങ്കര ഗംഭീര ബീറ്റുകളൊക്കെ ആയിക്കഴിഞ്ഞാൽ അതൊരു ഓഫ് ഫീലിംഗ് ആവും. അപ്പോൾ ഇദ്ദേഹം അത്യാവശ്യം നമുക്ക് ആ ഒരു എക്സാജറേഷനൊക്കെ കൊടുക്കാനൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഓവറാക്കിയിട്ടില്ല. അതങ്ങനെ വളരെ ഒരു മിനിമലായിട്ട് ആവശ്യത്തിന് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതും സിനിമയ്ക്കകത്തൊരു നല്ല ബ്യൂട്ടി ആയിട്ട് ആഡ് ആവുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ക്യാമറ വർക്ക് എടുത്താൽ തന്നെ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പാറ്റേണിലൊന്നും അല്ല, കുറച്ചും കൂടെ ഒരു ഡിഫറൻ്റ് ആയിട്ട് അത് ചിത്രീകരിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് ഓവറോൾ സെറ്റൊക്കെ ഇട്ടിരിക്കുന്നതായിരുന്നാലും ആ ഒരു സ്റ്റോറി ലൈനിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നതായിരുന്നാലും കുറച്ച് പാസ്റ്റിലോട്ടൊരു ട്രാൻസിഷൻ പോലെ കൊണ്ടുപോയി കുറച്ച് പഴയ കാലഘട്ടമൊക്കെ കാണിച്ചു വന്നുകൊണ്ട് നമുക്കത് ഒട്ടും തന്നെ ബോറടിക്കുന്നില്ല. ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് ഒരു വെൽ പ്രിസൈസ് ആയിട്ടുള്ളൊരു എക്സിക്യൂഷനായിട്ട് തോന്നി. ഇപ്പോൾ ഈ സിനിമയിൽ അപകടത്തിൽപ്പെടുന്ന ആൾ ഈശ്വരനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിനൊരു മറുപടി പറയുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോകുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് മുകളിലൊരു പ്രകാശമായിട്ട് കാണുന്നതാണ് ദൈവം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിലൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള, എൻ്റെ ലൈഫിൽ ഒത്തിരി ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്കൊരു രക്ഷയും സർവൈവലിന് ഒരു പോസിബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ മനസാക്ഷിയിൽ അർപ്പിച്ചൊരു വിശ്വാസത്തിൻ്റെ ഒരു റിസൾട്ട് എന്നോളം നമ്മുടെ മുന്നിലൊരു കൈത്താങ്ങായിട്ട് വരുന്ന ഒരാളെന്ന് പറയുന്നത് അതിനൊരു ഈശ്വര സാന്നിധ്യമുണ്ട്. അത് ഈ ഒരു മൂവിക്കകത്ത് ഇങ്ങനെ ഒരു അണ്ടർലൈങ് ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സിനിമ തുടങ്ങി ഇതിനകത്തുള്ള മെയിൻ കഥാപാത്രങ്ങൾ, അതായത് ഈ ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്ന ഈ കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സീനിൽ തന്നെ അവർക്കുള്ളൊരു ഫയറും അവരുടെ ഒരു എക്സിക്യൂഷൻ സ്കില്ല്, ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിലുള്ള, എന്താണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവർക്കുള്ള ഒരു സ്കിൽ സെറ്റിന് അത് എല്ലാവരുടെയും ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കുള്ള ഏറ്റവും നല്ലൊരു സ്കിൽ സെറ്റിന്, പ്രത്യേകിച്ച് അതൊരു ഗ്രൂപ്പായിട്ടുള്ളൊരു സ്കിൽ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സാധ്യതയെ നമുക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആപ്ലിക്കബിൾ ആക്കി കൊണ്ടുവരേണ്ടി വരും.
അങ്ങനെയുള്ള അവസരങ്ങൾ, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വന്നെന്നിരിക്കും. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കകത്ത് അവരുടെ ആ ഒരു സ്കിൽ സെറ്റിന് സിനിമയുടെ ഒരു സർവൈവൽ പാർട്ടിൽ ആ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിൽ അത് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് കാണുമ്പോഴാണ് ഒരു മലയാളി ഇങ്ങനെയുള്ളൊരു സർവൈവൽ സിനിമ എടുക്കുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ എടുക്കത്തുള്ളൂ. അതൊരു വിശ്വാസയോഗ്യമായിട്ട് എല്ലാത്തിനെയും ഒരു പ്രോപ്പർ കണക്റ്റൊക്കെ കൊടുത്തായിരിക്കും എടുക്കുന്നത്. അതിപ്പോൾ ഞാൻ എടുത്തു പറയാൻ കാരണം ഇതിപ്പോൾ വേറെ ഏത് ഭാഷയിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്താലും അതിനകത്ത് ഒരുപാട് അമാനുഷികതയും ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഇട്ട് അതിനെ നശിപ്പിക്കും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമയ്ക്ക് മാത്രമുള്ളൊരു ക്വാളിറ്റിയാണ്. എന്നും അതങ്ങനെ ആ ഒരു സാങ്ക്ടിറ്റി നമ്മുടെ റൈറ്റേഴ്സ് ആയിരുന്നാലും നമ്മുടെ ഡയറക്ടേഴ്സ് ആയിരുന്നാലും അത് കീപ്പ് ഓൺ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ സലിം കുമാറിൻ്റെ മോൻ ഇതിനകത്തുണ്ട്. സലിം കുമാറിൻ്റെ മോനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും സലിം കുമാറിനെ തന്നെയാണ് റിലേറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണുമൊക്കെ വെച്ചുള്ള ചില മാനറിസംസ് ഒക്കെ ഇതുപോലെ ആ പയ്യനിലും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിനും ഇതിനകത്തൊരു കീ പെർഫോമർ എന്നുള്ളൊരു പാർട്ടുണ്ട്. അതൊക്കെ സസ്പെൻസാണ്. എന്തായാലും ഞാനിതിൻ്റെ സ്റ്റോറിയിലൊന്നും കടക്കുന്നില്ല. അപ്പോൾ എന്തായാലും സിനിമ ഞാൻ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ആ ഒരു കാലഘട്ടമൊക്കെ നന്നായിട്ട് നൊസ്റ്റാൾജിയ പോലെ റിലേറ്റ് ചെയ്യാനും കൂടെ പറ്റിയതുകൊണ്ട് തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്തൊരു മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂവിക്ക് ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യുന്നു IMDbയിൽ. പിന്നെ ഇത് മലയാള സിനിമയിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു സർവൈവൽ സ്റ്റോറിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ദൗത്യം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ മൂവി അത് ശരിക്കും ഒരു ഗംഭീര സിനിമയായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആ ഒരു ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് തന്നെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചിത്രീകരിക്കാൻ വലിയൊരു കടമ്പയൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഞാൻ ഇപ്പോഴും ഇമാജിൻ ചെയ്ത് നോക്കുക. അതിനകത്ത് ആ പ്ലെയിൻ ക്രാഷ് ചെയ്യുന്ന ആ ഒരു ഷോട്ടായിരുന്നാലും എന്തായാലും അതുപോലെ ഡമ്മി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവർ കൊണ്ട് തള്ളിയിടുന്നതായിരിക്കും കാണിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി എഫേർട്ട് എടുത്ത് അതിൽ മോഹൻലാൽ ഒത്തിരി സഫർ ചെയ്ത് കുറേ ഷോട്ടുകൾ അദ്ദേഹം എനിക്കൊന്ന് ഒറിജിനലായിട്ട് അദ്ദേഹം ചെയ്ത ഒരുപാട് ഷോട്ടുകൾ അതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു വിഷ്വൽ ത്രില്ലിങ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്ത് അത് സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്തെടുത്ത് എൻ്റെ നാട്ടുകാരനായിട്ടുള്ളൊരു ഡയറക്ടറോട് എനിക്കിപ്പോൾ ശരിക്കും ഓർത്തിട്ട് ഭയങ്കര അഭിമാനം തോന്നുന്നു. എന്തായാലും ഉടനെ അഗസ്ത്യർകൂടം പോകേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു പീസ്ഫുൾ സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമാ വിശേഷമായിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.